ഗാനരചയിതാവുമായ ശ്രീ രമേശ് കാവിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്നത്തെ നമ്മുടെ വിഷയമായ കുട്ടികളെ എങ്ങനെ മിടുക്കരായി വളർത്താം എന്നതിനെ കുറിച്ച് നമ്മളോട് സംവദിക്കും. അതിനായി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കശ്യപവേദ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ബുക്ക് ബന്ധപ്പെട്ടുള്ള ഈ അനുബന്ധ പരിപാടിയിൽ കുട്ടികളെ എങ്ങനെ വളർത്താമെന്ന വിഷയത്തിൽ കഴിഞ്ഞിട്ട് ഡോക്ടർ സംസാരിക്കുന്നുണ്ട്. ഒരു ഗാനരചയിതാവായ ഞാൻ കുട്ടികളെ എങ്ങനെ വളർത്തുമെന്ന് ആ നിലയിൽ സംസാരിക്കുകയില്ല. ഞാനൊരു അധ്യാപകനാണ്. പൊതു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്കും മാറി വരുന്ന പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങൾ തീരുമാനിക്കുന്നതിൽ പ്രവർത്തിച്ച അധ്യാപകരിൽപ്പെട്ട ഒരാളായതുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ എനിക്ക് കഴിയും എന്നാണ് തോന്നുന്നത്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത ആമുഖമായി ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഏതാനും കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രകൃതിക്കുണ്ടൊരു വികൃതി, ആ വികൃതിക്കുണ്ടൊരു പ്രകൃതം, ആ പ്രകൃതം തല്ലൊരു വികൃതം, ആ വികൃതമറിഞ്ഞാൽ സുകൃതം. പ്രകൃതിക്കുണ്ടൊരു വികൃതി, ആ വികൃതിക്കുണ്ടൊരു പ്രകൃതം. പ്രകൃതിയിലൊരു വികൃതി ഉണ്ട് എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് കുട്ടികളെ കൊണ്ടാണ്. നമ്മൾ ആ കാലമൊക്കെ കഴിഞ്ഞു വന്നാണ്. ആ വികൃതിക്കുണ്ടൊരു പ്രകൃതം, അവൻ്റെതായ ഒരു പ്രകൃതമുണ്ട്. ആ പ്രകൃതം തല്ലൊരു വികൃതം, അത് ഇത്തിരി വികൃതമാണ്. ആ വികൃതം അറിഞ്ഞാൽ സുകൃതം, ആ വികൃതം അറിയുന്ന ആളുകൾക്ക് സുകൃതം കിട്ടും. അതുകൊണ്ടാണല്ലോ ക്ലാസ് മുറിയിൽ ഇരുന്ന് ആരാകണം എന്ന് അധ്യാപകൻ ചോദിച്ചപ്പോൾ എനിക്കൊരു കുതിരക്കാരനാകണമെന്ന് നരേന്ദ്രൻ എന്ന കുട്ടി പറഞ്ഞത്. അത് കുതിരക്കാരനാകണമെന്ന് പറഞ്ഞത് അത്ര എളുപ്പത്തിൽ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അദ്ദേഹത്തെ പഠിപ്പിച്ച ആളുകളും കൂടെയുള്ള ആളുകളും ഒന്നും. കുതിരക്കാരനാവുക, അതിനേക്കാൾ പ്രധാനപ്പെട്ട എന്തൊക്കെ ജോലിയുണ്ട്. എന്നിട്ടൊരു കുട്ടി വളരെ മോശമായ ഒരു കുതിരക്കാരനാകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. മറ്റുള്ളവർ പരിഹസിക്കുകയും ആ പരിഹാസം ഏറ്റുവാങ്ങി വീട്ടിൽ വന്ന് കരയുമ്പോൾ അമ്മ വളരെ ആവേശത്തോടു കൂടിയാണല്ലോ ആ കുട്ടിയെ പ്രചോദിപ്പിച്ചത്. നീ കുതിരക്കാരൻ തന്നെ ആവണം എന്നാണല്ലോ അമ്മ പറഞ്ഞത്. പക്ഷേ ഒരു മുറിക്കകത്തേക്ക് കൊണ്ടുപോയി ഒരു ചിത്രം കാണിച്ചു കൊടുത്തിട്ടാണ് പറഞ്ഞത്, നീ ഇതുപോലെ ഒരു കുതിരക്കാരനാവണം. അർജുനന്റെ തൊട്ട് പിറകിൽ ഒരു സാരഥിയായി, ഒരു തേരാളിയായി നിന്ന ഒരു വലിയ അത്ഭുത പ്രതിഭാസത്തിന്റെ ചിത്രം കാണിച്ചു കൊടുത്തിട്ടാണ് നീ ഇതുപോലെ ഒരു കുതിരക്കാരനാവണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചത്, പ്രചോദിപ്പിച്ചത്. എന്നാൽ ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ആ കുട്ടിയുടെ പ്രകൃതം പെട്ടെന്നാണ് വലിയ എന്തൊക്കെയോ ആകണം എന്ന് പറയും എന്ന് വിചാരിച്ചിടത്ത് എത്ര എളുപ്പത്തിലാണ് കുതിരക്കാരനായാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കുട്ടികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു സംസാരം തുടങ്ങിയത്. ഞാൻ രാവിലെ ചായ കുടിച്ചപ്പോൾ ഇടുക്കിയിലെത്തി എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ വാക്യം. പിറകിൽ നിന്ന് കൂട്ടച്ചിരി. എന്നാൽ പിന്നെ ഇയാൾക്ക് കുറച്ചുകൂടി ചായ കുടിച്ച് തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞു, ഈ ഹൈ റേഞ്ചിലേക്ക് പോകാൻ. പക്ഷേ പിറകിലിരിക്കുന്ന ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എനിക്ക് മനസ്സിലായി സാർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ബാക്കിയുള്ളവരൊക്കെ അവളെ നോക്കിയോ എന്തോ ഒരു വലിയ കാര്യം കണ്ടുപിടിച്ചതുപോലെ. ആ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്താണ് നിനക്ക് മനസ്സിലായത്? അപ്പൊ അവള് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, സാറ് രാവിലെ ചായ കുടിച്ചപ്പോൾ സാറിന് ചായപ്പൊടിയുടെ രുചി അനുഭവപ്പെട്ടു. ചായപ്പൊടിയുടെ രുചി അനുഭവപ്പെട്ടപ്പോൾ സാറ് തേയിലയെക്കുറിച്ച് ചിന്തിച്ചു. തേയിലയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തേയില സമൃദ്ധമായി വളരുന്ന ഇടുക്കിയെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെയല്ലേ സാർ ഇടുക്കിയിലെത്തിയത് എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, അതെ, മിടുക്കി എന്ന് പറഞ്ഞ് അവളെ അഭിനന്ദിച്ചിരുത്തുമ്പോൾ വേറൊരു ആൺകുട്ടി ചാടി എണീറ്റിട്ട് പറഞ്ഞു, സാറിന് കുറച്ചുകൂടി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ട് പോയാൽ.
അപ്പോഴാണ് ചുരം കയറാനുള്ള ഒരു സാധ്യത ഞാൻ അടച്ചു കളഞ്ഞല്ലോ എന്ന സങ്കടത്തോടെ ഞാൻ അടുത്ത പ്രസ്താവന ഇറക്കി. ഞാൻ അടുത്ത കവിൾ ചായ കുടിച്ചപ്പോൾ എത്തിയത് മഹാരാഷ്ട്രയിലാണ്. ഇത്രയും പറഞ്ഞപ്പോൾ വീണ്ടും കൂട്ടച്ചിരി. എങ്കിൽ വിമാനമൊന്നും കയറാതെ ഇനി ചായ കുടിച്ചാൽ മതിയല്ലോ മഹാരാഷ്ട്രയിലും ഡൽഹിക്കും ഒക്കെ പോകാൻ എന്ന് ചിലർ എന്നെ പരിഹസിക്കുമ്പോൾ ആ പെൺകുട്ടി വീണ്ടും എഴുന്നേറ്റ് നിന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു, സാർ എനിക്ക് വീണ്ടും മനസ്സിലായി. സാർ അടുത്ത കവിൾ ചായ കുടിച്ചപ്പോൾ സാറിന് മധുരം തോന്നി. മധുരം തോന്നിയപ്പോൾ പഞ്ചസാരയെക്കുറിച്ചും തുടർന്ന് പഞ്ചസാര ഉണ്ടാക്കുന്ന കരിമ്പിനെ കുറിച്ചും കരിമ്പ് വിളയുന്ന പാടങ്ങളെക്കുറിച്ചും ആലോചിച്ച് അത് കൂടുതലുള്ള മഹാരാഷ്ട്രയിൽ എത്തിയതല്ലേ സാർ? ഞാൻ പറഞ്ഞു അതെ. വീണ്ടും മിടുക്കി എന്ന് പറഞ്ഞ് അഭിനന്ദിച്ച് ഞാൻ അവളോട് തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത കവിൾ ചായ കുടിച്ചാൽ എവിടെ എത്തും എന്നായിരുന്നു ചോദ്യം. അവൾക്ക് ഒട്ടും സംശയം ഉണ്ടായിരുന്നില്ല. സാർ അടുത്ത കവിൾ ചായ കുടിച്ചാൽ സാറിൻ്റെ തൊട്ടടുത്ത വീട്ടിലെത്തും. ഞാൻ ചോദിച്ചു അതെങ്ങനെ? സാർ അവിടെ നിന്നായിരിക്കും പാല് വാങ്ങുന്നത്. ശരിയായിരുന്നു, ഞാൻ എൻ്റെ അയൽവീട്ടിൽ നിന്നാണ് പാല് വാങ്ങുന്നത്. ഇടയ്ക്ക് കിണർ വരണ്ടു പോകുമ്പോൾ തൊട്ടടുത്ത വീട്ടുകാരൻ സ്നേഹപൂർവ്വം നീട്ടിത്തരുന്ന വെള്ളമാണ് എൻ്റെ ചായക്ക് കാരണമാകുന്നത്. ഇതൊക്കെ പറഞ്ഞ് ഞാൻ കുട്ടികളോട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. അതുകൊണ്ട് രാവിലത്തെ ചായ കുടിക്കുമ്പോൾ നാം എത്തുന്നത് ഒരു ലോകത്തിൻ്റെ വലിയ ജാലകത്തിനടുത്താണ്. ചായപ്പൊടിയെക്കുറിച്ച് ആലോചിച്ച് ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങളിൽ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന സാധാരണക്കാരൻ്റെ വിയർപ്പിൻ്റെ രുചിയാണത്. മഹാരാഷ്ട്രയിലെ കരിമ്പ് പാടങ്ങളിൽ അത്യധ്വാനം ചെയ്യുന്ന സാധാരണക്കാരൻ്റെ വിയർപ്പിൻ്റെ രുചിയായ മധുരമാണ് നമ്മുടെ പഞ്ചസാര. തൊട്ടപ്പുറത്ത് നിന്ന് ചാണകപുരണ്ട കൈകളിൽ നിന്ന് വിശുദ്ധിയോടെ കറന്നെടുത്തു തരുന്ന വെളുത്ത പാൽ, അതാണ്, ആ സ്നേഹമാണ്, ആ പരിശുദ്ധിയാണ് നാം ചായയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അച്ഛനോടും അമ്മയോടും ഒക്കെ ഇങ്ങനെ പറയണമെന്ന് കുട്ടിയോട് പറഞ്ഞ് ചിലരൊക്കെ മനസ്സിലായ മട്ടിലിരുന്നപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ ആലോചിക്കാം. അവൻ പുതിയ എന്തോ ഒരു പാഠം പഠിച്ചിരിക്കുന്നു. അവൻ എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു, സർ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും രാവിലെ ചായ കുടിച്ചാൽ ഇടുക്കിയിലെത്തും, അടുത്ത വീട്ടിലെത്തും, പക്ഷെ മഹാരാഷ്ട്രയിൽ എത്തില്ല സാർ. ഞാൻ ചോദിച്ചു അതെന്തേ? രണ്ടാക്കും പഞ്ചാരയുടെ കുഴപ്പമാണ് സാർ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ഈ സാമൂഹ്യ പാഠം പഠിപ്പിക്കണമെങ്കിൽ വേറെ എന്തൊക്കെ ആലോചനകൾ നടത്തേണ്ടതുണ്ട്. ഒരു പഞ്ചസാര വെച്ച് മഹാരാഷ്ട്രയിലേക്ക് പോകാമെന്ന ഒരു സാധ്യതയാണ് തൊട്ടു മുമ്പിൽ ഒരാൾ അടച്ചു കളഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ സാധാരണ നിലയ്ക്ക് എന്താ പറയുക? സാധാരണ നിലയ്ക്ക് ഈ കുട്ടിയുടേതൊക്കെ വികൃതമാണ് എന്നാണ് നാം വിചാരിക്കുക. വികൃതമായ സ്വഭാവമാണ് എന്ന് നാം വിചാരിക്കുന്നു. കണക്കധ്യാപകൻ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു. വളരെ മനോഹരമായ ഒരു കഥ പോലെയാണ് ആ കണക്ക് ചോദ്യം ഉണ്ടാക്കിയത്. ചോദ്യം ഇങ്ങനെയായിരുന്നു: കൃഷ്ണൻ നായർ എന്ന് പറയുന്ന പിതാവിന് 5 മക്കളുണ്ട്. 5 മക്കളെയും അദ്ദേഹം സ്നേഹപൂർവ്വമാണ് വളർത്തിയത്. ഒടുവിൽ അദ്ദേഹം അവർക്ക് വേണ്ടി സ്ഥലം വീതിച്ച് ഭാഗപത്രം തയ്യാറാക്കി. അതിങ്ങനെയാണ് തയ്യാറാക്കിയത് എന്ന് പറഞ്ഞ് ഒരു കടലാസ് കാണിച്ചു കൊടുത്തു. ആ കടലാസിനകത്ത് 5 സ്ഥലത്തിൻ്റെ ചിത്രങ്ങളുണ്ട്. ഒന്ന് 18x2 എന്ന ആകൃതിയിലാണ് വരച്ചു വെച്ചിരിക്കുന്നത്. 18 നീളവും 2 വീതിയും. ഒന്ന് 36 നീളവും 1 വീതിയും. ഒന്ന് 6 നീളവും 6 വീതിയും. ഒന്ന് 9 നീളവും 4 വീതിയും. ഒന്ന് 12 നീളവും 3 വീതിയും. എല്ലാം 36 കിട്ടുക വിസ്തീർണം. മാഷ് ഉദ്ദേശിച്ചത് ഈ അച്ഛൻ എല്ലാ കുട്ടികളോടും ഒരേ ഇഷ്ടമാണ് എന്ന് പറയാനാണ്. മിക്കവാറും കുട്ടികളൊക്കെ അങ്ങനെ എഴുതി. പക്ഷേ 36x1 എന്ന് എഴുതിക്കൊണ്ട് വന്ന് കൊടുത്ത ഒരുത്തന് മാഷ് തെറ്റിട്ടു. ആ മാഷോട് ചോദിച്ചത്, എന്താ സാർ ഇതിന് തെറ്റിട്ടത്? മാഷ് പറഞ്ഞു, മോനെ എല്ലാവരോടും ഒരുപോലെയല്ലേ 36 വിസ്തീർണം വേണ്ടത്? എല്ലാവരോടും ഒരുപോലെയല്ല സാർ, ഈ 36x1 തന്നെയാണ് അച്ഛന് കൂടുതൽ ഇഷ്ടം. അതെന്തേ? ഈ സ്ഥലം റോഡിൻ്റെ അരിയത്താണ് സാർ, എല്ലായിടത്തും ഒരേ വിലയാണ്. റോഡിനടുത്തൊക്കെയുള്ള സ്ഥലത്തിന് നല്ല വില കിട്ടില്ലേ സാർ എന്ന് ചോദിച്ചു. അപ്പോഴാണ് തെറ്റ് കിട്ടിയ 6x6 എഴുന്നേറ്റ് നിന്നത്. അവൻ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ലായിരുന്നു സാർ, നല്ല പ്ലോട്ടാണ്. 6x6 നല്ല വരയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കണ്ണായ ഒരു സൈറ്റാണ് അച്ഛൻ ആ മകന് കൊടുത്തിരിക്കുന്നത്. ഒരേ തരത്തിൽ മാത്രം ചിന്തിക്കണം എന്ന് നിർബന്ധിക്കുന്ന ഒരവസ്ഥയിൽ കുട്ടികളെ എത്തിക്കുമ്പോൾ അവർ ഏത് തരത്തിലുള്ള നല്ല ചിന്തകളാണ് പുറത്തേക്ക് വിടുക. വിവേകാനന്ദനിലേക്ക് തന്നെ തിരിച്ചു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിവേകാനന്ദൻ്റെ വളരെ പ്രസിദ്ധമായൊരു കഥയുണ്ട്. ബോംബെയിലെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് 2 പേർ ചതുരംഗം കളിക്കുകയാണ്.
ചതുരംഗം കളിക്കുന്നതിനിടയിൽ ഒരാൾ കളി പെട്ടെന്ന് നിർത്താനുണ്ടായ കാരണം അദ്ദേഹം ആ കെട്ടിടത്തിന്റെ മുകളിലെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തെ സമുദ്രത്തിലെ ജലം താണു കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ വല്ലാതെ താഴുന്നു. അദ്ദേഹം ഇങ്ങനെ നോക്കി, എന്ത് ഈ സമുദ്രത്തിലെ ജലം ഇങ്ങനെ താണു പോകുന്നത്? പെട്ടെന്ന് കളി നിർത്തി തൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് കളി നിർത്തൂ, ദേ ഒരു കാഴ്ച കണ്ടോ? എന്താ കാഴ്ച? ഇതാ സമുദ്രത്തിലെ വെള്ളം ഇങ്ങനെ അപ്രതീക്ഷിതമായി താഴുന്നു. അത് കണ്ടപ്പോൾ മറ്റേയാൾ പറഞ്ഞു, അതിൽ വലിയ കാര്യമൊന്നുമില്ല, ഞാൻ ഇന്നലെ കളിച്ചപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ സമുദ്രത്തിലെ ജലം അപ്രതീക്ഷിതമായി ഇങ്ങനെ ഉയരുന്നത് കണ്ടിരുന്നു. ഇന്നലെ ഉയർന്നു, ഇന്ന് താണു. ഇത് കേട്ടപ്പോൾ കളി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അവരോട് പറഞ്ഞു, ഇത് വലിയ കാര്യമൊന്നുമല്ല, ഇത് ആകാശത്തിലെ ചന്ദ്രന്റെ ആകർഷണ ശക്തി കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ വെള്ളം താണത്, അതിനെ വേലിയേറ്റം എന്ന് പറയുന്നു. അപ്പൊ ഇന്നലത്തത് ആകാശത്തിലെ ചന്ദ്രന്റെ ആകർഷണം കൂടുതലുണ്ടായൊരു സന്ദർഭമാണ്. അന്നൊരു വെള്ളം ആകാശത്തിലേക്ക് വരും, അതിന് വേലിയേറ്റം എന്ന് പറയും. ഇന്ന് വേലിയിറക്കം, ഇന്നലത്തത് വേലിയേറ്റം. രണ്ടുപേരും കൂടി ഒന്നായി. കുട്ടിയോട് പറഞ്ഞു, പോന്നു, നീയാണോ കളി കണ്ടുകൊണ്ടിരിക്കുന്നത്? നല്ല ആള്, ഞങ്ങൾ വിവരമുള്ള ആളുകൾ ചതുരംഗം കളിക്കുന്നതിനടുത്ത് ഇരിക്കാൻ പറ്റിയ ആളാണോ നീ? കുട്ടിക്ക് പേടിയേ. എന്തേ? ആകാശത്തിൽ അങ്ങ് ദൂരെയുള്ള ഒരു ചന്ദ്രന് കടലിന്റെ മുകളിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നു എന്ന് വിശ്വസിച്ച മണ്ട നീ എഴുന്നേറ്റ് പോന്നു. കുട്ടിക്ക് ആകെ പേടിയേ. അപ്പോ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ മെല്ലെ വന്നിട്ട് കളിക്കുന്നവരോട് പറഞ്ഞു. അവൻ പറഞ്ഞു, നല്ല ശരി, പിന്നെ എന്താന്ന് ചോദിച്ചു. ആകാശത്തിലെ ദേവന്മാർ ഒരു മെത്ത താഴേക്കിടും കടലിലേക്ക്. അത് എപ്പോഴും ഇടുകയെന്ന് ചോദിച്ചു. അത് അവർക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വിശ്രമവും വിനോദമൊക്കെ വരണമെന്ന് തോന്നുമ്പോൾ അവരൊരു മെത്ത താഴേക്കിടും കടലിലേക്ക്. അപ്പോൾ ഈ സ്പോഞ്ച് പോലത്തെ ഒരു മെത്തയാണ്, അത് കടലിലെ വെള്ളം ഇങ്ങനെ വലിക്കും. ഇപ്പോൾ മെത്ത താഴേക്കിട്ട സമയമാണ്, കടലിലെ വെള്ളം ഇങ്ങനെ വലിക്കുക. ഓഹോ, അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. അത് ശരി. അപ്പൊ ഇന്നലെ വെള്ളം ഉയർന്നതോ? അത് മെത്ത കടലിലേക്ക് ഇട്ട ഈ ദേവന്മാർ ആ മെത്തയ്ക്ക് മുകളിൽ കയറി ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ നൃത്തം ചവിട്ടാൻ തുടങ്ങും, ആനന്ദ നൃത്തം. അപ്പൊ വെള്ളം മുഴുവൻ പുറത്തേക്ക് ചാടാൻ തുടങ്ങും. അപ്പോൾ ആകാശത്തേക്ക് വെള്ളം ഇങ്ങനെ ഉയരുന്നതായി തോന്നും. അല്ലാതെ ചന്ദ്രന്റെ ആകർഷണ ശക്തിയും വികർഷണവും ഒന്നും അല്ലാതെ. ഇത് കേട്ടപ്പോൾ ഈ രണ്ടാളുകളും വിശ്വസിച്ചു. എന്നിട്ട് ഈ കഥ പറഞ്ഞു നിർത്തി വിവേകാനന്ദൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആകാശത്തെ ചന്ദ്രന് ആകർഷണവും വികർഷണവും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാത്ത ഈ പൊട്ടന്മാർ എത്ര പെട്ടെന്നാണ് അവിടെ നിന്ന് ആളുകൾ സ്പോഞ്ച് മെത്തെറിയുന്നു ദേവന്മാരെന്ന് പറഞ്ഞപ്പം വിശ്വസിച്ച് കളഞ്ഞത്. ഒരു കുട്ടിയുടെ യുക്തിയെയോ അല്ലെങ്കിൽ അവൻ പഠിച്ചതിനെയോ പ്രകടിപ്പിക്കുവാനുള്ള ഒരവസരം നിഷേധിച്ച് കളഞ്ഞതിൻ്റെ ഒരനുഭവമാണ് വിവേകാനന്ദൻ ഈ കഥയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്ന് പല കുട്ടികൾക്കും ഉണ്ടാകുന്നത് അവർക്ക് അവരുടെ അവസരങ്ങൾ വിനിയോഗിക്കുവാനുള്ള സാധ്യത അടച്ചു കളയുകയാണ്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഋഷ്യശൃംഗന്റെ കഥ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. വിഭാണ്ഡകൻ എന്ന് പറയുന്ന പിതാവ് ഋഷ്യശൃംഗനെ എങ്ങനെയാണ് വളർത്തിയത്? അമ്മ ഇല്ലാതെ ആ കുട്ടിയെ വളർത്തിയത്. പെൺകുട്ടികളെ കാണാതെ മാറ്റി നിർത്തി വളർത്തി. എന്തായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്? തൻ്റെ മകൻ തന്നേക്കാൾ വലിയ ബ്രഹ്മജ്ഞാനിയായി വലിയ മഹർഷിയായി വളരണമെന്ന് വിചാരിച്ചാണ് ചുറ്റുവട്ടം ഒന്നും കാണിക്കാതെ ഒരു വർണ്ണശാലയിൽ ഇരുത്തി എപ്പോഴും ധ്യാനിപ്പിച്ച് എപ്പോഴും തൻ്റെ അറിവുകളൊക്കെ പ്രദാനം ചെയ്ത് അദ്ദേഹം ആ കുട്ടിയെ വളർത്തിയെടുക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ എന്താ ഉണ്ടായത്? ഒരു പെണ്ണിനെ വൈശാലിയെ കണ്ടപ്പോൾ ഋഷ്യശൃംഗൻ അവരുടെ കൂടെ പോയി. അച്ഛൻ ഞാൻ എത്ര സങ്കടപ്പെട്ട് കഷ്ടപ്പെട്ട് വളർത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വിഭാണ്ഡകന്മാർക്ക് മറുപടിയായി ഒട്ടേറെ ഋഷ്യശൃംഗന്മാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അവൻ്റെ ശൈശവം മുഴുവൻ പിടിച്ചെടുക്കുന്ന ആളുകളോട് നിങ്ങളുടെ വാർദ്ധക്യം എനിക്ക് തരൂ എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തറക്കല്ലിട്ടുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്ന് സ്നേഹസദനങ്ങളാണത്രേ, വൃദ്ധസദനങ്ങളാണത്രേ. അത് കുട്ടി ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു, നിന്റെ അച്ഛൻ എപ്പോഴാണ് റിട്ടയർ ആവുക? 55, 56 ആകുമ്പോൾ അദ്ദേഹം റിട്ടയർ ആകും. അദ്ദേഹത്തെ എവിടെയാണ് ചേർക്കുക എന്നാണ് അവനിപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. 3 വയസ്സായ കുട്ടിയെ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേർക്കണമെന്ന് ഒരു രക്ഷിതാവ് വ്യാകുലപ്പെടുന്നത് പോലെ ഒരു 56, 60 വയസ്സൊക്കെ ആകുമ്പോൾ അച്ഛനെയും അമ്മയും എവിടെ കൊണ്ടുവച്ച് ചേർക്കണമെന്ന് പുതിയ തലമുറ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ശൈശവം എങ്ങനെയാണോ വാങ്ങിച്ചത് അതേപോലെ നിങ്ങളുടെ വാർദ്ധക്യം ഞാൻ വാങ്ങിച്ചെടുക്കുന്നു എന്ന് ഒരു കുട്ടി പറയുകയാണ്.
ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്, ഓണത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ അദ്ദേഹം തൻ്റെ കുട്ടിക്കാലത്തുള്ള എല്ലാവരെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരാളാകാതിരിക്കാൻ, അങ്ങനെ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതാകാതിരിക്കുവാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഒരു കുട്ടി എങ്ങനെയാണ് തൻ്റെ ഏറ്റവും വ്രണിതമായ ഒരു ബാല്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? ജന്മനാട്ടിൽ വന്നു വണ്ടി ഇറങ്ങവേ പുണ്ണുതോറും കൊള്ളിവെച്ച പോലോർമകൾ വായമുലയിൽ നിന്നെന്നേക്കുമായി ചന്നി നായകം തേച്ചു വിടുത്തിയൊരമ്മയെ വാശി പിടിച്ചു കരയവേ ചാണകം വായിലുരുട്ടിത്തിരുകുമമ്മൂമ്മയെ പന്തു ചോദിക്കവേ മൊന്തയെടുത്തെന്റെ നെഞ്ചത്തെറിഞ്ഞ പിശാചിയമ്മായിയെ പുത്തൻ കയറാൽ കമുകിലെന്നെ പണ്ട് കെട്ടിവരിഞ്ഞ കിരാതനമ്മാവനെ മുട്ടൻ വടി കൊണ്ടടിച്ച് പുറം പൊളിച്ചട്ടഹസിച്ച കോപിഷ്ടനാമച്ഛനെ പിന്നെ പിറന്നവനാകയാൽ എന്നിൽ നിന്നമ്മയെ തട്ടിപ്പറിച്ചോരനുജനെ തിന്നുവാൻ ഗോട്ടി കൊടുക്കാഞ്ഞ നാൾ മുതൽ എന്നെ വെറുക്കാൻ പഠിച്ച നേർപെങ്ങളെ ഒന്നിച്ചു മുങ്ങിക്കുളിക്കുമ്പോഴൻ തല പൊങ്ങാതെ മുക്കിപ്പിടിച്ച ചങ്ങാതിയെ ബെഞ്ചിൻ മുകളിൽ കയറ്റി നിർത്തി എൻ പിഞ്ചു ഹൃദയം ചതച്ച ഗുരുവിനെ ഉള്ളിൽ കലിയും കവിതയും ബാധിച്ച് കൊല്ലപ്പരീക്ഷയ്ക്ക് തോറ്റു നടക്കവേ ബാധയൊഴിക്കാൻ തിളച്ച നെയ്യാൽ എൻ്റെ നാവു പൊള്ളിച്ചൊരാ ദുർമന്ത്രവാദിയെ എന്നും മറക്കാതിരിക്കുവാനല്ലി ഞാൻ വന്നു പോകുന്നതിങ്ങ് ഓണദിനങ്ങളിൽ. അച്ഛൻ പുറത്തടിച്ച ഒരു അച്ഛനെ കുറിച്ച്, ഒറ്റപ്പെട്ട ഒരു അച്ഛനെ കുറിച്ച് മാത്രമേ നമ്മൾ പണ്ടൊക്കെ കേട്ടിരുന്നുള്ളൂ. ഇന്ന് നിരന്തരം അടിക്കുന്നവരാണ്. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ആറ്റിങ്ങിൽ ഒരു അമ്മ തൻ്റെ കുട്ടിയെ കാമുകനെ കൊണ്ട് കൊല്ലിച്ചു എന്നത് നമ്മൾ ഒട്ടും അത്ഭുതത്തോടു കൂടി അല്ല കേട്ടത്. കാരണം അതുപോലെ നിരേന ഈ കേരളത്തിൽ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്ത കേൾക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ പറയുന്ന ഒരു തമാശയുണ്ട്. അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ഇത് നോക്കൂ, പത്രം എടുത്തിട്ട് ഇത് നോക്കൂ, ഒരു കുട്ടിയെ കൊന്നത് കണ്ടോ എന്ന്. കോഴിക്കോട്ടെ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഒരു ചിത്രം ഇന്ന് പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിഥി എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ചിത്രം ഇന്നത്തെ പത്രത്തിൽ നാം കണ്ടിട്ടുണ്ട്. അപ്പം അവിടെ ചോദ്യം ഇതാണ്, അച്ഛൻ്റെ നേർക്ക് അമ്മ പറഞ്ഞു എന്താ അറിയാം, അത് ഒന്നാമത്തെ അമ്മയല്ലല്ലോ കൊന്നത്, രണ്ടാമത്തെ അമ്മയല്ലേ. ആ മഷി, ആ വാക്കുകളുടെ ചൂടാറും മുമ്പേ ഒന്നാമത്തെ അമ്മ എന്നെ കൊന്നു, വേറെ ആളെ കൊണ്ട് കൊല്ലിച്ചു എന്നേ ഉള്ളൂ. രണ്ടാമത്തെ അമ്മയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് വാത്സല്യപൂർവ്വം ചേർത്ത് വെക്കാനുള്ള ഒരു രണ്ടാനമ്മയുണ്ട്, ഒരു കഥയുണ്ട്. യശോദ ഒരു ഒന്നാനമ്മയല്ല. ദേവകി പ്രസവിച്ചു എന്നല്ലാതെ ആ കുഞ്ഞിനെ വളർത്തിയത് അത്രയും യശോദയായിരുന്നു. എന്തൊക്കെ കുസൃതികൾ കളിച്ചിട്ടും ഒരു കുസൃതിക്കും ഒന്ന് അടിക്കാനോ കടുത്ത വാക്കുകൊണ്ട് ശപിക്കാനോ ശകാരിക്കാനോ പോലും തയ്യാറാവാതെ രണ്ടാനമ്മ വളർത്തിയെടുത്ത് അമ്പാടിയിലെ ആ കാലിക്കിടാത്തനെ ദ്വാരകയിലെ വലിയ രാജാവായി വളർത്തിയെടുത്തത് ഇതിൻ്റെ വലിയ ഗീതാ സന്ദേശമൊക്കെ ഓതിക്കൊടുക്കുന്ന ഒരു വലിയ തലത്തിലേക്ക് വളർത്തിയെടുത്തതിൻ്റെ പിന്നിൽ കൃഷ്ണനേക്കാൾ കൂടുതൽ മലയാളികൾ അടുത്ത് പരിചയപ്പെടേണ്ട വലിയ ഒരു രക്ഷാകർതൃത്വമാണ് യശോദയ്ക്കുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. മറ്റാരെയും നമ്മൾ ഒരു പഠന വിധേയമാക്കേണ്ടതില്ല. യശോദ കണ്ടോ കണ്ണനെ നിങ്ങളാരാൻ അമ്മ കമ്പു കരത്തിലെടുക്കുന്നു, കണ്ടില്ല ഞങ്ങൾ കാലിക്കിടാവുകളെങ്ങോ മണ്ടി ഒളിക്കുന്നു, ഇന്നേ നാളിൽ ഞാൻ കണ്ടില്ല മിഴിച്ചിമ്മും തത്തമ്മ കൊഞ്ചുന്നു, പാഴിലടുക്കള മൂലക്കൽ പുതുപാലുമറിഞ്ഞു പരക്കുന്നു, ഭരണിയിൽ നെയ്യപ്പമല്ല ചാണകവരളികൾ 5-6 കാണുന്നു, കെട്ടിയിരുന്ന കിടാവോ
മുറ്റത്ത് കുത്തിമറിഞ്ഞു കൂത്താടുന്നു. കണ്ണൻ അവിടെ ഇല്ല, പക്ഷെ കണ്ണന്റെ അടയാളങ്ങളൊക്കെ അവിടെ ഉണ്ട്. പാല് കുറിയിലെ കല പൊട്ടി ഏഴായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഭരണിയിലെ നെയ്യപ്പോ എടുത്ത് ആരോ തിന്നിട്ട് പകരം ചാണകം ഉരുട്ടി വെച്ചിട്ടുണ്ട്. അമ്മ മുറ്റത്ത് കെട്ടിയിട്ട് പോയ കിടാവിനെ ആരോ കയറൂരി വിട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും അമ്മയ്ക്ക് ഒട്ടും ആ കുസൃതിക്കാരനോട് ദേഷ്യം തോന്നിയിട്ടില്ല. പെട്ടെന്ന് അയലത്തെ ആ കൊച്ചു രാധിക മിഴിനീരൊഴുകി വന്നിങ്ങനെ ചൊല്ലുന്നു, അമ്മേ ഞങ്ങൾക്ക് വയ്യല്ലോ നിന്റെ കണ്ണൻ എന്തൊരു ദുശീലം. ആകെ അമ്മ ഒന്ന് ദേഷ്യപ്പെട്ടത്. അയലത്തെ വീട്ടിലെ രാധിക വന്നിട്ട് പറഞ്ഞു, അമ്മേ ഈ കണ്ണനെ കൊണ്ട് ഒരു രക്ഷയില്ല. എവിടെയ കള്ളൻ? കണ്ണും ചുവന്നമ്മ പുരവീഥി തോറും നടക്കുന്നു. അറിയില്ല ഞങ്ങളെ നമ്പാടി പിള്ളേർ ചിരിയടക്കിക്കൊണ്ടു നിൽക്കുന്നു. എല്ലാം കഴിഞ്ഞ് കണ്ണനെ വടിയെടുത്ത് ഇങ്ങനെ തെരയുന്ന അമ്മ ഏറ്റവും അവസാനം, ഒരിക്കൽ പോലും അടിച്ചിട്ടില്ല എന്നാണ്, ആകെ അടിച്ചത് ഒരു കഥ നമ്മുടെ മുന്നിലുണ്ട്. ഇത് പറയുന്നതിന് മുമ്പ് ഈ വടിയെടുത്ത് പോയ അമ്മ ഏറ്റവും അവസാനം കാടിൻ നീലിച്ച ഹൃത്തിൽ നിന്നപ്പോഴൊരോടക്കുഴൽ വിളിപ്പൊങ്ങുന്നു, കമ്പു കരം വിട്ടു വീഴുന്നു, മുഖം പുഞ്ചിരി കൊണ്ടു തിളങ്ങുന്നു, കണ്ണും പൊട്ടി നിന്നമ്മ തൻ കുഞ്ഞിന്റെ പൊന്നോടക്കുഴൽ കേൾക്കുന്നു. വടിയെടുക്കാൻ പോയ ആള് അവസാനം അടിക്കാൻ പോയ ആളുടെ കയ്യിൽ നിന്ന് വടി താഴെ വീഴുകയും കണ്ണന്റെ മധുര മനോഹരമായ ഓടക്കുഴൽ സംഗീതം ആസ്വദിച്ച് ഒരു വാത്സല്യനിധിയായ അമ്മയായി മാറുകയും ചെയ്തത് രണ്ടാനമ്മയായ യശോദയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കുട്ടിയെ കൂടെ ഇങ്ങനെ കൊണ്ട് നടന്നപ്പോൾ മണ്ണ് വാരി തിന്നപ്പോൾ പീലി കൊണ്ട് അടിച്ച ഒരു യശോദയുടെ കഥ നമ്മുടെ മുന്നിലുണ്ട്. പുതിയ കാലത്ത് മലയാളത്തിലെ ഒരു കഥാകൃത്ത് പറഞ്ഞത്, ഈ കുട്ടി മണ്ണ് വാരി തിന്നുവെന്നും കമ്പെടുത്ത് അമ്മ അടിക്കാൻ നോക്കിയപ്പോൾ കുട്ടി വായ തുറന്ന് കാണിച്ചുവെന്നും, പണ്ട് കൃഷ്ണൻ കാണിച്ചപ്പോൾ ഭൂമിയും പാതാളവും സ്വർഗവും ഒക്കെ മൂലോകങ്ങളാണ് കാണിച്ചിരുന്നെങ്കിൽ പുതിയ വായ തുറന്നപ്പോൾ കുട്ടി വായ തുറന്നപ്പോൾ അമ്മ കണ്ടത് 900 ചാനലുകളായിരുന്നു അത്രേ. ടാറ്റാ സ്കൈൻ്റെ 19 ചാനലുകൾ, ഇന്ത്യ വിഷനും അമൃതയും ഒക്കെ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ വാപൊളിച്ച് നിൽക്കുന്നവയാണ്. ചാനൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അതേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ അമ്മയ്ക്ക് എന്ന്. ലോക യാഥാർത്ഥ്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പുതിയ കാലത്തെ ഒരു കഥാകൃത്ത് നമ്മളോട് പറഞ്ഞു തരുന്നു. ഞാനിത് സൂചിപ്പിച്ചത് ഏറ്റവും നല്ല രീതിയിൽ കുട്ടിയെ ഒരു രണ്ടാനമ്മ എന്ന ആയതുകൊണ്ട് വളർത്തില്ല എന്നൊക്കെ പറഞ്ഞവർക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് യശോദ. എത്ര മനോഹരമായിട്ടാണ് വളർത്തിയെടുത്തിരിക്കുന്നത്. കുറുമ്പ്, കുസൃതി, എല്ലാ കുറുമ്പും കുസൃതിയും ഒക്കെ കാണിച്ചയാളാണ് കണ്ണൻ. കുട്ടിക്കാലത്ത് ചേല എടുത്ത് ആലിൻ കൊമ്പത്തേറി ആ കുട്ടിയെ വളർത്തി വലുതാക്കിയിട്ട് അപമാനിതയാക്കപ്പെട്ട ഒരു സ്ത്രീക്ക് ചേല കൊടുക്കുന്ന തരത്തിലേക്കാണ്. അന്ന് ചേല കവർന്ന കണ്ണനാണ് പിൽക്കാലത്ത് ദ്രൗപദിക്ക് ചേല കൊടുത്ത് അവരുടെ മാനം സംരക്ഷിച്ചത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കുറുമ്പ് കാണിച്ച, ഈ കുട്ടിക്കാലത്തെ ഈ കുറുമ്പ് കാണിച്ച, കുസൃതി കാണിച്ച ആളെ എത്ര വാത്സല്യപൂർവ്വം, എത്ര സ്നേഹപൂർവ്വം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മയിൽപീലിയുടെ നൈർമല്യം അവനെ ഏൽപ്പിച്ചു കൊടുത്ത് വളർത്തി വലുതാക്കിയ ആ അമ്മ കാണിച്ച ഒരു വലിയ എടുപ്പമുണ്ട്. അതായത് കുട്ടിയുടെ സഹജമായ വികാരങ്ങളെ, കുസൃതിയൊക്കെ ചേർത്തു. ഇന്ന് ആർക്കാണ് അങ്ങനെ കഴിയുന്നത്? കുട്ടിയുടെ ഒരു കുസൃതിക്കും അവസരം കൊടുക്കുന്നില്ല എന്നതാണ് വലിയ സങ്കടം. എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ ഏറ്റവും വലിയ കുഴപ്പമായി കാണുന്നത് നാം കുട്ടിയെ ഒരു വ്യാവസായിക വസ്തുവാക്കിയിട്ടുണ്ട് എന്നാണ്. അതിനൊരു ഉദാഹരണം ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണുകയാണ്. കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, കുറേ കാലമായി മകനെ ഒന്നും കാണാറില്ല, അവനിപ്പോൾ എന്ത് ചെയ്യുന്നുവെന്ന്. 2-3 ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് കവിതയൊക്കെ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു കലോത്സവത്തിന്. അപ്പോൾ അദ്ദേഹം സന്തോഷത്തോടു കൂടി പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറയാൻ നോക്കുകയായിരുന്നു, പക്ഷേ അവനിപ്പോൾ അടുത്ത് ഡോക്ടറായിട്ട് വരും, ഒരു വരവ് വരും, കഴുത്തിലൊരു സ്റ്റെതസ്കോപ്പും വെളുത്ത കുപ്പായും ഒക്കെ ഇട്ട് വരും, മാഷക്ക് പനിയൊക്കെ വന്നാൽ അങ്ങോട്ട് വന്നാൽ മതി, മരുന്നൊക്കെ തരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓ, അവനോടല്ലേ അന്വേഷണം പറഞ്ഞേക്കൂ, അവൻ ഡോക്ടറായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ വെറുതെ ഞാൻ ചോദിച്ചു, എവിടെയാണ് പഠിച്ചത്? പുറത്തായിരുന്നു പഠിച്ചത് എന്ന് പറഞ്ഞു, കേരളത്തിന് പുറത്ത്. അപ്പം ഞാൻ പറഞ്ഞു, കാശൊക്കെ കുറേ ചിലവായിട്ടുണ്ടാവില്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞു, 1.5 ചിലവായി എന്ന്. 1.5 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം 1.5 കോടി ചിലവായി എന്ന് പറഞ്ഞു. 1.5 കോടി ചിലവായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ എന്ന ഒരു ശബ്ദം പുറത്തേക്ക് വിട്ടു. ഒരു കുട്ടി 1.5 കോടി ചിലവാക്കി ഒരു ഡോക്ടറായി വരാൻ പോകുന്നു. അപ്പോൾ അദ്ദേഹം വളരെ വളരെ എളുപ്പത്തിൽ ഒരു വാക്യം എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല മാഷേ, 5 കൊല്ലം കൊണ്ട് മുതലാവും.
1.5 കോടി 5 കൊല്ലം കൊണ്ട് തിരിച്ചു പിടിക്കും എന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ എഴുതിയിട്ടു. ഇനി പനി വരുമ്പോൾ ഓരോ വർഷവും 30 ലക്ഷം തിരിച്ചു പിടിക്കാനുള്ള ഇവൻ്റെ മുന്നിൽ തന്നെ പോയി ഞാൻ നിന്ന് കൊടുക്കണമല്ലോ എന്ന്. ഓരോ കൊല്ലവും 30 ലക്ഷം തിരിച്ചു പിടിക്കാനുള്ള ഒരു വ്യാവസായിക വസ്തുവായിട്ടാണ് അവനെ ഡോക്ടറാക്കിയത് എന്ന നിലയ്ക്ക് എത്ര എളുപ്പത്തിലാണ് രക്ഷിതാവിന് സംസാരിക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഏത് സഹജമായ ഏത് വാസനകളെയാണ് നാം ചേർത്ത് പിടിക്കുന്നത്? ഓരോ കുട്ടിയിലും പലതരത്തിലുള്ള കഴിവുകളുണ്ട്. പഠിച്ചിരുന്ന കാലത്ത് അധ്യാപകർ തീരെ പരിഗണിക്കാത്ത അനേകായിരം കുട്ടികൾ പിൽക്കാലത്ത് വലിയ വലിയ ആളുകളായി തീർന്നിട്ടുണ്ട് എന്ന ചരിത്രം ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഉച്ചഭാഷിണിക്ക് പിന്നിലുണ്ട്. ഈ ഉച്ചഭാഷിണി കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ ആരാലും കുട്ടിക്കാലത്ത് അംഗീകരിക്കപ്പെട്ട ആളായിരുന്നില്ല. ആ എഡിസന്റെ വലിയ വിജ്ഞാനം തന്നെയാണ് ഇപ്പോൾ ഈ ടൗൺ ഹാളിൽ ഒരു വെളിച്ചമായി നിലനിൽക്കുന്നത്. പക്ഷേ പഠിച്ചിരുന്ന കാലത്ത് ആരാലും അത്രയൊന്നും അംഗീകരിക്കപ്പെടാൻ ഇടവരാത്ത ഒരു കുട്ടി അമ്മയുടെ സ്നേഹനിർഭരമായ പെരുമാറ്റം കൊണ്ട്, പ്രചോദനം കൊണ്ടാണ് വളർത്തി വലുതാക്കി വന്നത്. എഡിസനെ കുറിച്ചൊരു കഥയുണ്ട്. അദ്ദേഹം തൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൊക്കെ ഇങ്ങനെ ഏർപ്പെട്ട് ഇങ്ങനെ എപ്പോഴും മുഷിഞ്ഞിരുന്ന് ഇത് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എഡിസനോട് പറഞ്ഞു, എപ്പോഴും ഈ പരീക്ഷണം ഒരു കുടുംബകാര്യത്തിനും കിട്ടൂല, ഇതൊക്കെ ഒന്ന് കത്തിപ്പോയാൽ മതിയായിരുന്നു പടച്ചോനെ എന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിന് തീപിടിക്കുകയും അത് കത്തിപ്പോവുകയും ചെയ്തു. അദ്ദേഹം ഭാര്യയോട് ഇങ്ങനെയാണത്രേ പറഞ്ഞത്, നീയും ദൈവവും തമ്മിൽ നല്ല അടുപ്പത്തിലാണ് അല്ലേ എന്നാണ് അവർ ചോദിച്ചത്. ഭാര്യയ്ക്ക് മനസ്സിലായില്ല. അപ്പോൾ എഡിസൺ പറഞ്ഞു, അത്ര നിങ്ങൾ തമ്മിൽ വലിയ അടുപ്പത്തിലാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ചോദിച്ചു, അതെന്താണ്? ഒന്നുമില്ല, ഞാൻ ഇത്രയും കാലം കൊണ്ട് നടന്ന എൻ്റെ പരീക്ഷണ സമ്പാദ്യം നീ പറഞ്ഞതുപോലെ ഇന്ന് കത്തിപ്പോയി. എത്ര എളുപ്പത്തിലാണ് അത് സംഭവിച്ചത്. പരീക്ഷണ സമ്പാദ്യം എത്ര എളുപ്പത്തിലാണ് കത്തിപ്പോയത്. അപ്പോൾ തൊട്ടു മുമ്പ് വരെ വലിയ സങ്കടം പ്രകടിപ്പിച്ചിരുന്ന ആ ഭാര്യ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരം വളരെ ലളിതമായിരുന്നു, വീണ്ടും പരീക്ഷണം നടത്തി കണ്ടുപിടിക്കും എന്ന് തന്നെ. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വൈകാരികമായ കുറേ പ്രചോദനങ്ങളായിരുന്നു ആ വലിയ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് പിന്നിലുണ്ടായിരുന്നു. ഓരോ വ്യക്തിയുടെയും വളർച്ചയ്ക്ക് പിന്നിൽ ഉണ്ടാവുന്നത് ആരുടെയെങ്കിലും വലിയ പ്രചോദനം ഇല്ലാത്ത വ്യക്തികൾ ആരും തന്നെ ജീവിതത്തിൽ വലിയ ഉയരങ്ങളിൽ എത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അത് അധ്യാപകനായിരിക്കൊള്ളണമെന്നില്ല, അച്ഛനോ അമ്മയോ സുഹൃത്തോ ആരുമാകാം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വളരെ സ്നേഹനിർഭരമായ അല്ലെങ്കിൽ അത്രയും വലിയ അർത്ഥത്തിലുള്ള സഹായ നിർദ്ദേശങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ പിൽക്കാലത്ത് വളരെ ശ്രദ്ധേയരായിട്ടുണ്ട്. ഓരോ തരത്തിലും എങ്ങനെയാണ് നാം ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്? ഒരു അമ്മയെ ഞാൻ പരിചയപ്പെടുത്താം. ആ അമ്മ ചരിത്രത്തിൽ അങ്ങനെയൊന്നും അറിയപ്പെട്ടിട്ടില്ല. അൽബേനിയയിലെ ഒരു സാധാരണ കുടുംബത്തിൽ മൂന്നാമതൊരു പെൺകുട്ടി ജനിച്ചു. മൂത്തതും ഒരു പെൺകുട്ടിയായിരുന്നു, അതിൻ്റെ തൊട്ടിളയത് ഒരു ആൺകുട്ടിയാണ്. മൂന്നാമത്തെ കുട്ടി ജനിച്ചപ്പോൾ ആ അമ്മ ആ കുട്ടിക്ക് അപ്പോൾ തന്നെ ഒരു പേരിട്ടു. ആ പേര് മതിയാവാത്തത് കൊണ്ട് അമ്മ ഒരു വിളിപ്പേരിടണമെന്ന് തീരുമാനിച്ചു. എന്താണ് വിളിപ്പേരിടുക എന്ന് അമ്മ കുറേ നേരം ആലോചിച്ചു. അതിനുശേഷം അൽബേനിയൻ ഭാഷയിൽ ഹോങ്സ എന്നായിരുന്നു അമ്മ ആ കുട്ടിക്കിട്ട വിളിപ്പേര്. ഹോങ്സ എന്ന അൽബേനിയൻ പദത്തിന് അർത്ഥം പൂമൊട്ട് എന്നാണ്. അത് വെറുതെ ഇട്ടതല്ല. പൂമൊട്ട് വിരിഞ്ഞാൽ പൂവാകും, പൂവ് കാറ്റിൽ തൊട്ടാൽ സുഗന്ധമുണ്ടാവും, അത് ലോകം മുഴുവൻ അറിയപ്പെടും. അങ്ങനെ ഒരു ആഗ്രഹം വെച്ചിട്ടാണ് അമ്മ ആ കുട്ടിക്ക് ഹോങ്സ എന്ന് പേരിട്ടത്. കുട്ടികളെ വളർത്തുമ്പോഴൊക്കെ തന്നെ വളരെ മാതൃകാപരമായിട്ടാണ് ആ അമ്മ വളർത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ വെറുതെ പറയുകയല്ല, പ്രവൃത്തിയിൽ അത് കാണിച്ചുകൊണ്ട് തന്നെയാണ് ആ അമ്മ കുട്ടികളെ വളർത്തിയിരുന്നത്. അവരെപ്പോഴും പറയുമായിരുന്നു, ഒരിക്കലും കള്ളം പറയാൻ പാടില്ല, ഒരു വസ്തുവും മറ്റുള്ളവരുടെ സമ്മതമില്ലാതെ എടുക്കാൻ പാടില്ല, വിശന്ന് പൊരിഞ്ഞാലും ഭക്ഷണം പോലും നാം സ്വന്തമായി എടുത്ത് കഴിക്കാൻ പാടില്ല, അങ്ങനെ മറ്റുള്ളവർ കാണാതെ എടുക്കുന്നു എന്ന് നാം വിചാരിക്കുകയല്ലാതെ ഇതെല്ലാം കാണാൻ ഒരാൾ മുകളിലുണ്ട്. അതാരാണ്? കുട്ടികൾ ചോദിക്കുമ്പോൾ അമ്മ പറയും, അത് ദൈവമാണ്. മൂത്തവർ അത് വലിയ വാക്കും ആ അമ്മയുടെ വാക്കുകളെ അത്ര സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാതെ പോകുമ്പോഴും ഇളയ കുട്ടി ഒരിക്കൽ പോലും മോഷണ പ്രവർത്തികൾക്ക് വീട്ടിലെ ഭക്ഷണം എടുത്തു തിന്നുന്നതിൽ കൂട്ടുകൂടാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം 3 കുട്ടികളും ചേർന്ന് ഒരു മുറിക്കകത്തിരുന്ന് പഠിക്കുകയാണ്. പഠിക്കുന്നതിനിടയിൽ അവർക്ക് തോന്നി,
ഒരു വലിയ കാര്യം തോന്നി. എന്താണ്? മറ്റുള്ളവരെ കുറിച്ച് ഒരു കുട്ടി പഠിപ്പ് നിർത്തിയിട്ട് മൂത്ത കുട്ടി പറഞ്ഞു, എൻ്റെ സ്കൂളിൽ ഒരു മാഷുണ്ട്, അദ്ദേഹം ഇങ്ങനെയാണ് പറയുക. അപ്പോൾ മറ്റൊരു ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ തൊട്ടടുത്തിരുന്ന കുട്ടി പറഞ്ഞു, എൻ്റെ സ്കൂളിൽ ഒരു കൂട്ടുകാരനുണ്ട്, അവനിങ്ങനെ ഇങ്ങനെയാണ് നടക്കുക, അവൻ്റെ കാലിനൊരു വയ്യായി ഇളത് ഞൊണ്ടി നടക്കാൻ തുടങ്ങി. അങ്ങനെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ 3 പേരും ഇങ്ങനെ ചേർന്ന് ചിരിച്ച് കളിയാക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തൊട്ടപ്പുറത്തെ മുറി തുണിയിൽ ചിത്രപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അമ്മ അത് ശ്രദ്ധിച്ചു. മക്കൾ മറ്റുള്ളവരെ കളിയാക്കി ചിരിക്കുകയാണ്. എന്താണ് അമ്മയുടെ അതിനുള്ള മറുപടി? അമ്മ കുറെ നേരം അത് ശ്രദ്ധിച്ചു. ഇളയവളായ ഹോങ്സയും അതിൽ പങ്കുചേർന്നത് അമ്മയെ ഒട്ട് വേദനിപ്പിച്ചു. പെട്ടെന്ന് അവർ 3 പേരും ഇരിക്കുന്ന മുറിയിലെ വെളിച്ചം കെട്ടുപോയി. ബൾബ് കെട്ടപ്പോൾ കുട്ടികൾ 3 പേരും കൂടി പുറത്തേക്ക് ഓടി. പുറത്തു വന്ന് നോക്കുമ്പോൾ അടുത്ത തെരുവിലൊക്കെ നല്ല വെളിച്ചമുണ്ട്. തൊട്ടപ്പുറത്തെ വീടുകളിലേക്ക് നോക്കി, അവിടെയും നല്ല വെളിച്ചമുണ്ട്. ഓടിച്ചെന്ന് അമ്മയുടെ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ അമ്മ തുണിയിൽ ചിത്രങ്ങൾ തുന്നിപ്പിടിക്കുന്ന മുറിയിൽ നല്ല വെളിച്ചമുണ്ട്. ഇളയവള ആണ് അമ്മയോട് ചോദിച്ചത്, അമ്മേ എന്തേ എല്ലായിടത്തും വെളിച്ചമുണ്ട്, ഞങ്ങളുടെ മുറിയിൽ മാത്രം വെളിച്ചമില്ല എന്ന്. അപ്പൊ അമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാണ് കുട്ടികളെ നിങ്ങളുടെ മുറിയിൽ വെളിച്ചം? നിങ്ങളവിടെ വലിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ നടത്തുന്നത്, നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് രസിക്കുകയല്ലേ, അതിനെന്തിനാണ് ഇങ്ങനെ വെളിച്ചം നാം പാഴാക്കി കളയുന്നത്? ഞാനാണ് അത് കെടുത്തിക്കളഞ്ഞത്. എന്നിട്ട് അമ്മ ഒരു വലിയ വാക്യം അവരോട് പറഞ്ഞു, മറ്റുള്ളവരെ കുറ്റം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും എന്ന്. അത് ഒരിക്കൽ കൂടി അമ്മ ആവർത്തിച്ചു, മറ്റുള്ളവരെ കുറ്റം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും എന്ന്. പിൽക്കാലത്ത് ലോകപ്രസിദ്ധിയാവുകയും ജ്ഞാനപീഠം നോബൽ സമ്മാനം വാങ്ങി വേദിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഈ സമ്മാനം കുറിച്ച് വളരെ വൈകാരികമായി പറഞ്ഞ മദർ തെരേസ അവർ ഓർമ്മിച്ചത് തൻ്റെ അമ്മ കുട്ടിക്കാലത്ത് തന്നെ കുറിച്ച് പഠിപ്പിച്ചു തന്ന ഒരു വാക്യമാണ്. അമ്മ പറഞ്ഞു തന്ന വാക്യമാണ് ഇപ്പോൾ എന്നെ ഈ പുരസ്കാരം വാങ്ങുന്നതിലേക്ക് എത്തിച്ചത് എന്ന് അവർ ഓർത്തെടുക്കുകയായിരുന്നു. പിന്നെ ആ വാക്യത്തെക്കുറിച്ച് നാം ഒന്ന് ഇഴപിരിച്ച് പരിശോധിച്ചാൽ നമുക്കറിയാം, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാതിരുന്നാൽ നമുക്ക് ഒരുപാട് സമയം കിട്ടും, ധാരാളം സമയം കിട്ടും. കുട്ടികളുടെ ഇടയിൽ ഈ കഥ പറഞ്ഞ് ചില കുട്ടികളോട് ഞാൻ ചോദിച്ചപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞു നോക്കി, നിങ്ങൾ എന്തിനാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്ന് നോക്കുമ്പോൾ പല ആളുകളും സമയം ചെലവഴിക്കുന്നത് മറ്റുള്ളവരെ കുറ്റം പറയാൻ തന്നെയാണ്. മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുന്നു എന്ന വലിയ ഒരു ശീലം നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാൽ നമുക്ക് കൂടുതൽ സമയം കിട്ടുന്നു എന്ന് തോന്നുന്നു. അമ്മ അങ്ങനെയാണ് കുട്ടിയെ വളർത്തുന്നതിൽ. വടിയെടുത്തിട്ടായിരുന്നില്ല അമ്മ. മദർ തെരേസയുടെ അമ്മ തൻ കുട്ടികളോട് പെരുമാറിയിരുന്ന രീതി എനിക്ക് തോന്നുന്നു ഓരോ കുട്ടിയും ഓരോ പ്രശ്നത്തിൽ ചെന്ന് ചാടുമ്പോൾ അതിന് ഉദാഹരണമായ ഒരു കഥയോ ഒരു പ്രവൃത്തിയോ ആയിരുന്നു അവർ ചെയ്തിരുന്നത്. തൊട്ടപ്പുറത്തെ വീട്ടിലെ വളരെ കുസൃതിക്കാരനായ വികൃതിക്കാരനായ ഒരു കുട്ടിയുടെ കൂടെ ഇങ്ങനെ നിരന്തരമായി കുട്ടികൾ കളിക്കുകയും ആ കുട്ടി ഈ അമ്മയുടെ മക്കളോട് വളരെ മോശമായി പെരുമാറുകയും ഒക്കെ ചെയ്തപ്പോൾ ആ അമ്മ അവരെ ശകാരിക്കുകയൊന്നും ചെയ്യാതെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയെയും ശകാരിച്ചില്ല. പകരം അവർ ചെയ്തത് തൻ്റെ മക്കളെ 3 പേരെയും വിളിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആപ്പിളാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ ആപ്പിളാണ് വലിയ ഇഷ്ടം. എന്നാൽ വരൂ, ഞാൻ നിങ്ങൾക്ക് ആപ്പിൾ മേടിച്ചു തരാൻ പോവുകയാണ്. കുട്ടികൾ അമ്മയുടെ കൂടെ നടന്നു. തൊട്ടപ്പുറത്ത് പോയി അമ്മ ആപ്പിൾ വാങ്ങാൻ തുടങ്ങി. ആപ്പിളെല്ലാം വാങ്ങിയതിന് ശേഷം കുട്ടികൾ കാണുക തന്നെ ഒരു ചീത്ത ആപ്പിളും അമ്മ അവിടുന്ന് വാങ്ങുകയുണ്ടായി. വീട്ടിലെത്തിയ ശേഷം നല്ല ആപ്പിളൊക്കെ കഴുകി വൃത്തിയാക്കി അമ്മ മുറിച്ച് മക്കൾക്ക് കൊടുക്കുന്നതിന് പകരം ഒരു ഭരണിക്കകത്തിട്ടു. ഇതെന്തിനാണ് അമ്മ ഇപ്പൊ ഭരണിക്കകത്തിടുന്നത്? അമ്മ പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞാൽ ഈ ആപ്പിളിന് കുറെ കൂടി മധുരം ഉണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് നന്നായി കഴിക്കാമല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടി കാത്തിരിക്കൂ. ഈ ഭരണിക്കകത്തിട്ടതിന് ശേഷം മക്കൾ കാണുക തന്നെ അമ്മ ആ ചീത്ത ആപ്പിളും അതിനകത്തിട്ട് അടച്ചു വെച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് മക്കളെ 3 പേരെയും വിളിച്ചിരുത്തി അമ്മ പറഞ്ഞു, ഇതാ നമുക്ക് ആപ്പിളിന്റെ ഭരണി തുറന്നു നോക്കാമെന്ന്. എന്നിട്ട് ആ ആപ്പിളിന്റെ ഭരണി തുറന്നപ്പോൾ കുട്ടികൾ മൂക്കുകുത്തി. ഇതെങ്ങനെയാണ് ഇത്രയും നല്ല ആപ്പിൾ 2 ദിവസം കൊണ്ട് ഇങ്ങനെ പോയി കളഞ്ഞത് എന്ന് ആ അമ്മ കുട്ടികളോട് പറയുമ്പോൾ ഒരു ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടുപോയാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് ഒരു അനുഭവം അവരെ സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം നല്ല ഒന്നാന്തരം ഒരു മനഃശാസ്ത്രയുടെ വൈദഗ്ധ്യത്തോടു കൂടി അമ്മ പറഞ്ഞത്, നാം ഈ നല്ല ആപ്പിൾ പോലെ ആ ചീത്ത ആപ്പിളായതിനെ എങ്ങനെ നന്നാക്കിയെടുക്കാൻ പറ്റുമെന്നും കൂടി ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ചേർന്നിട്ട് ഇതിനെ നല്ലതാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നും ആലോചിക്കേണ്ടതുണ്ട് എന്ന് ആ ഒരു അനുഭവം വിവരിച്ച അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. നേരെ മറിച്ച്
അതൊരു ചീത്ത ആപ്പിളാണെന്നും ഒരിക്കലും കൂട്ടുകൂടാൻ പറ്റാത്തവനാണെന്നും ഈ ലോകത്തിൽ നിന്നേ അവനെ പറിച്ചു മാറ്റണം എന്നും അല്ലായിരുന്നു ആ അമ്മ പിന്നീട് കൊടുത്ത സന്ദേശമെന്നും നാം വായിച്ചെടുക്കേണ്ടതുണ്ട്. എന്ത് പറഞ്ഞു വന്നത്, കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള അനുഭവ പരിസരം എത്തിച്ചു കൊടുക്കുവാൻ, അവർക്ക് ആ അറിവ് ഉണ്ടാക്കിയെടുക്കുവാനുള്ള സ്വാഭാവികമായ സന്ദർഭങ്ങൾ ഒരുക്കി കൊടുക്കാൻ രക്ഷിതാക്കൾക്ക്, അല്ലെങ്കിൽ അവരുടെ കൂടെ നടക്കുന്നവർക്ക്, അവരുടെ കൂടെ തന്നെ കൊണ്ടുപോകുന്ന അധ്യാപകർക്ക് ഒക്കെ ഇപ്പോൾ കഴിയുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ കാലത്തുള്ള കുട്ടികൾക്കിടയിൽ ധാരാളം അത്രയൊന്നും അഭിലഷണീയമല്ലാത്ത അനേകം കാര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം വൈകാരികമായ പരിസരത്ത്, സാമൂഹ്യമായ പരിസരത്ത് അവർക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ്. കടുക് വാങ്ങാനയച്ച കുട്ടി 2 കിലോ കടുക് വാങ്ങി വീട്ടിൽ വന്നപ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയും വാങ്ങി ഞാൻ വന്നു എന്ന് പറഞ്ഞ കടുക് വാങ്ങിയ ഒരു കുട്ടിയുടെ കഥ എൻ്റെ സുഹൃത്ത് ഇന്നലെ തീവണ്ടിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. കടുക് വാങ്ങി വരാൻ പറഞ്ഞു. അവിടെ ചെന്നിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പണത്തിന് അത്രയും കടുക് വാങ്ങി. ഇനി എന്തേ വാങ്ങാത്ത, അമ്മയോട് വന്നിട്ട് പറഞ്ഞോലോ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ 3ാമത്തെ സ്ഥലത്ത് പോയി നോക്കിയേ. അരി വാങ്ങുന്നത് പോലെ കടുക് വാങ്ങണം എന്ന് ആലോചിക്കുന്ന തരത്തിലേക്ക് അവൻ്റെ ജീവിത നൈപുണിയുടെ ഒരു പരിസരത്ത് നിന്നും അവൻ മാറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിനൊക്കെ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അവരെ വളർത്തുന്ന അവൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വല്ലാത്ത ചില നിഷ്കർഷ പുലർത്തുന്ന ആളുകൾ മറുപടി പറയേണ്ടി വരും എന്നത് ഉറപ്പാണ്. വളർത്തി വലുതാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30 ലക്ഷം ഒരു വർഷം ആദായം തരുന്ന ഒരു ഉൽപ്പന്നമായി, ഒരു വ്യാവസായിക വസ്തുവായി കുട്ടി മാറ്റപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് മിടുക്കൻ എന്ന പദത്തിന് എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ, ആരാണ് മിടുക്കൻ? 0 മാർക്ക് വാങ്ങിയവനാണോ മിടുക്കൻ? 100 മാർക്ക് വാങ്ങിയവനാണോ മിടുക്കൻ എന്ന് ചോദിച്ചാൽ പുതിയ കാലത്തിലെ ആളുകൾ പറയും 100 വാങ്ങിയവൻ തന്നെയാണ് മിടുക്കൻ. എന്താണ് സത്യസന്ധത? മഹാത്മജി ഒരു ആശ്രമ വിദ്യാലയത്തിലെത്തി. അദ്ദേഹം വളരെ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. പുറത്ത് ചെറിയ മഴ പെയ്യുന്നുണ്ട്. കുട്ടികൾ ഓരോരുത്തരായി അങ്ങോട്ട് കടന്നു വരികയാണ്. കുട്ടികൾ ഓരോരുത്തരായി കടന്നു വരുമ്പോൾ ഗാന്ധിജി ഓരോരുത്തരുടെയും മുഖത്ത് ശ്രദ്ധാപൂർവം ഒന്ന് നോക്കി. അദ്ദേഹം നോക്കിയപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു കാര്യം മനസ്സിലായി. നേരെ വൈകിയത് ശരിയായോ എന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥം. എന്നിട്ട് ഒരു കുട്ടി പറഞ്ഞു, ഇനി നേരെ വൈകി വരില്ല ബാപ്പു, പുറത്ത് മഴ ശല്യം ചെയ്തത് കൊണ്ടാണ് വൈകിയത് എന്ന്. ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മഴ എങ്ങനെയാണ് കുട്ടികളെ ശല്യമാവുക? അത് പെയ്യുക എന്നത് മഴയുടെ ഒരു ജോലിയാണ്, അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ മഴയെ കുറ്റപ്പെടുത്തുന്നു, സമയം വൈകുന്നു, അതല്ലേ ശരിയെന്ന്. കുട്ടികൾ എല്ലാവരും കൂടി പറഞ്ഞു, ഇനി ഞങ്ങൾ ആരും നേരെ വൈകി വരില്ല. അത് പറഞ്ഞതിന് ശേഷം എല്ലാവരും ക്ലാസ്സിൽ ഇരുന്നതിന് ശേഷം ഗാന്ധിജി ഒരു ചോദ്യം ചോദിച്ചു, ഈ കൂട്ടത്തിൽ എപ്പോഴും നേര് പറയുന്ന ആളുകൾ എത്രയുണ്ട് എന്ന്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി. ധൈര്യത്തിൽ 2 ആൾ കൈപൊക്കി. ആഹാ, എപ്പോഴും നേര് പറയുന്ന 2 ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ എന്ന് ഗാന്ധിജി പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അടുത്ത ചോദ്യം ചോദിച്ചു, അതൊക്കെ പോട്ടെ, വല്ലപ്പോഴും കള്ളം പറയുന്നവർ എത്രയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എന്ന് ചോദിച്ചു. ആദ്യം ഒരു കുട്ടി കൈപൊക്കി, പിന്നെ 2, പിന്നെ 3, അങ്ങനെ കൈ ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങിയപ്പോൾ അധ്യാപകർക്ക് പേടിയായി. മഹാത്മാഗാന്ധി സന്ദർശിക്കുന്ന ഈ വിദ്യാലയത്തിലെ കുട്ടികൾ കള്ളം പറയുന്നവരാണ് എന്ന് സ്വയം സമ്മതിച്ചാൽ എന്താവും ഞങ്ങളെ കുറിച്ച് വിചാരിക്കുക. 1, 2, 3 എന്നൊക്കെ പറഞ്ഞ അവസാനം എല്ലാ കുട്ടികളും കൈപൊക്കി. നേരത്തെ നേര് പറയുമെന്ന് പറഞ്ഞവർ വരെ കൈപൊക്കി. വല്ലപ്പോഴും കള്ളവ് പറയുന്നവർ. ഗാന്ധിജി ആദ്യം ഉപയോഗിച്ച പദം ഇതാണ്, മിടുക്കൻ. അധ്യാപകർ വിചാരിച്ചു ഇത് പരിഹസിക്കുകയാണോ എന്ന്. എല്ലാവർക്കും സന്ദേഹമായി. മിടുക്കർ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച പദം. എല്ലാവരും വല്ലപ്പോഴും കളവ് പറയുന്നവരുണ്ട് എന്ന് സമ്മതിച്ചു കയറി. മിടുക്കർ. അധ്യാപകർ ആശങ്കയോടുകൂടി നോക്കിയപ്പോൾ ഗാന്ധിജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വല്ലപ്പോഴും കളവ് പറയുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു സത്യസന്ധതയല്ലേ? ഇവരെല്ലാം സത്യസന്ധന്മാരാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവർ നാളത്തെ വലിയ മനുഷ്യന്മാരാണ്. ഈ കുട്ടികൾ നാളത്തെ വലിയ മനുഷ്യരായിത്തീരും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഒരിക്കലും കള്ളം പറയരുത്. വല്ലപ്പോഴും കള്ളം പറയുന്നു എന്ന് സമ്മതിക്കുന്നത് വലിയ സത്യസന്ധതയാണ് എന്നും അതാണ് മിടുക്കൻ എന്നതിന് ഒരു വലിയ ക്വാളിറ്റിയായി, മിടുക്കർ എന്നുള്ള ആൾക്കുള്ള ഒരു ക്വാളിറ്റിയായി ഗാന്ധി, അതായത് നേരായ വഴിയിലൂടെ ജീവിക്കുന്ന ഒരാളെയാണ് മിടുക്കൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക എന്നാണ് അതിൻ്റെ സാരം. ഇവിടെ ആരാണ് മിടുക്കൻ എന്ന് ചോദിച്ചാൽ
പലപ്പോഴും അച്ഛനോടും അമ്മയോടും ചോദിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടി മിടുക്കനാണോ എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ കൂട്ടത്തിലിരിക്കുന്നവർ എൻ്റെ കുട്ടി മിടുക്കനാണ് എന്ന് തറപ്പിച്ച് പറയാൻ പറ്റുന്നവർ കൈപൊക്കണം എന്ന്. ഒരു 5 സെക്കൻഡിനുള്ളിൽ കൈപൊക്കണം എന്നാണ് ആദ്യം പറയാറുണ്ട്. ചോദ്യത്തിന് ഉത്തരം വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണെങ്കിൽ അവർ 5 സെക്കൻഡിനുള്ളിൽ കൈപൊക്കും. മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല, എൻ്റെ കുട്ടി മിടുക്കനാണ്. പക്ഷെ 1 2 ആളുകളാണ് കൈപൊക്കുക. ആ കൈപൊക്കുന്ന ആളോട് ചോദിച്ചാൽ അവരെന്താ പറയുക അറിയോ? എല്ലാ വിഷയത്തിനും A+ ആണ്, എല്ലാ വിഷയത്തിനും A+ ആണ്, അങ്ങനെയാണ് പറയുക. ഈ അടുത്ത ദിവസം ഞാനൊരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ കുറേ കുട്ടികളെയും അവിടുത്തെ അധ്യാപകരെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അതിനാണ് എന്നെ വിളിച്ചത്. ആദരിക്കുന്ന ചടങ്ങിൽ ഓരോരുത്തരും എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയവരെ ആദരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അതിനകത്ത് 2 പേരെ വിളിച്ചപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. അത് അവിടെ എനിക്കത് പറയാൻ പോലും അവസരം കിട്ടിയില്ല എന്നതാണ് വാസ്തവം. വേറൊരു സ്ഥലത്തെ എനിക്കത് പറയാൻ പറ്റിയിരുന്നുള്ളൂ. എന്താ അറിയോ? രണ്ടാമത് വിളിച്ചത് ആ ഒരു കുട്ടി അവിടെ 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന കാലത്ത് അവൻ സമ്പാദിച്ച സഞ്ചയികയിലൂടെ സമ്പാദിച്ച മുഴുവൻ തുകയും ആ സ്കൂളിൽ കൊടുക്കാൻ തീരുമാനിച്ചു. അവൻ വലിയ പൈസക്കാരൻ്റെ മോനൊന്നുമല്ല. ഇതെനിക്ക് വേണ്ട, ഇവിടെയുള്ള എന്നെ പോലെയുള്ള കൂട്ടുകാർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ച ഒരു കുട്ടി ഏറ്റവും അവസാനമാണ് ആദരിക്കപ്പെടുന്നത്. വെള്ളത്തിൽ വീണ് മരണത്തോട് മല്ലടിച്ച കൂട്ടുകാരനെ കൈപിടിച്ച് കയറ്റിയവൻ ഏറ്റവും അവസാനമാണ് ആദരിക്കുന്നത്. അവിടെ പഠിച്ച് മറ്റു സ്കൂളിൽ പോയി എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയവർ ആദ്യം ആദരിക്കപ്പെടുന്നു. ഈ 3 ആളുകളും മിടുക്കന്മാരാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ആ മിടുക്കിൻ്റെ ഒരു റാങ്ക് നോക്കൂ. നമ്മുടെ സമൂഹം എങ്ങനെയാണ് മിടുക്കനെ ഇപ്പോൾ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞത്. ഇവരെല്ലാം നല്ല മിടുക്കന്മാരായ ആളുകൾ തന്നെയാണ്. മിടുക്ക് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ബുദ്ധിയല്ല. അതൊക്കെ വിശേഷിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമായി ഇവിടെ ജീവിച്ചു പോകാനൊന്നും പറ്റില്ല. ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ള ഒരു ജീവിത പരിസരത്താണ് നമ്മളൊക്കെ ഉള്ളത്. ഒരു മിടുക്കനാണ് നമ്മളെ രക്ഷിച്ചു തരുന്നത്. വേറെ ഒരു മിടുക്കനാണ് നമ്മൾക്ക് ജീവിതം തരുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്ത് 2 പേർ ഇരിക്കുന്നു. 2 ആളുടെയും ഭാര്യമാർ അകത്ത് ഓപ്പറേഷൻ തിയേറ്ററിലാണ്. ഒരാൾ പുസ്തകം വായിക്കുകയാണ്, മറ്റേയാൾ കണ്ണ് ഇങ്ങനെ തുടച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുവഴി വന്ന ആൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പം അദ്ദേഹത്തിൻ്റെ മറുപടി എന്താ അറിയോ? എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മറ്റേയാൾ പറഞ്ഞത്, എന്തിനാണ് നിങ്ങളിങ്ങനെ കരയുന്നത്? ഇപ്പോൾ ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാര കാര്യമല്ലേ, എന്നാലും എന്നൊക്കെ പറഞ്ഞ് അയാൾ ഇങ്ങനെ സങ്കടപ്പെടുന്നു. അപ്പോൾ മറ്റേ ആളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? അദ്ദേഹം ഒരു പുസ്തകം ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യ ഒരു ഓപ്പറേഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. 2 ആളെയും മാറി മാറി നോക്കി. ഒരാൾ നന്നായി നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യയോട് എന്തുമാത്രം സ്നേഹമുള്ള മനുഷ്യൻ, മറ്റേയാൾ അകത്തൊന്നിനെ കീറി മുറിക്കുമ്പോൾ പുറത്ത് പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്ടൻ. മറ്റേയാൾ കാർക്കിച്ച് തുപ്പിയില്ല എന്നേ ഉള്ളൂ. അപ്പോഴാണ് അകത്ത് നിന്ന് ഡോക്ടറുടെ സിസ്റ്ററുടെ വിളി, ഇതാ ഇന്ന രോഗിക്ക് രക്തം വേണ്ടതുണ്ട് എന്ന്. കരയുന്ന ഭർത്താവ് ഉടനെ ഞാൻ ഏത് പാതിരയ്ക്കാണ് രക്തം വാങ്ങേണ്ടത് എന്ന് പറഞ്ഞ് ബോധം കെട്ട് വീഴുന്നു. തൊട്ടടുത്തിരുന്ന് പുസ്തകം വായിച്ച ആൾ അയാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നമുക്ക് ബ്ലഡ് ബാങ്കിൽ പോയി രക്തം കൊണ്ട് സംഘടിപ്പിച്ചെടുക്കണമെന്നോ അല്ലെങ്കിൽ ആരെയെങ്കിലും വിളിച്ച് നേരം പുലരുന്നതിന് മുമ്പ് രക്തം എത്തിക്കുവാനുള്ള പരിശ്രമം നടത്തണമെന്നോ അയാളോട് ആവശ്യപ്പെടുന്നു. ഈ 2 പേരും, പുസ്തകം വായിക്കുന്ന ആൾക്ക് ബുദ്ധിയുണ്ട്, തൊട്ടപ്പുറത്തിരുന്ന് കണ്ണ് തുടച്ച ആൾ ഒരു സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഒരാളാണ്, അയാളും മിടുക്കൻ തന്നെയാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ വേണ്ട ബുദ്ധി, ഇവിടെ പ്രയോഗിക്കേണ്ട ബുദ്ധി, ഓരോയിടത്തും ഓരോ ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയിലുള്ള ആളുകളാണ് അതാത് മേഖലയിലുള്ള മിടുക്കന്മാർ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ വളർന്ന് വലുതായി വരുന്ന വഴിയിലേക്ക് അവരെ സഹായിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഈ കഥ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. വിവേകാനന്ദൻ സ്വാമികളുടെ വളരെ പ്രസിദ്ധമായ മറ്റൊരു കഥയാണ് ജ്യോതിഷിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ച ഒരു യുവാവിൻ്റെ കഥ. എല്ലാ പ്രവൃത്തികളും മുൻകൂട്ടി പറയാൻ കഴിയുന്ന ഒരു ജ്യോതിഷി ഉണ്ടായിരുന്നു അത്രേ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്ന ആളുകളൊക്കെ തന്നെ ആ ഫലപ്രവചനത്തിൽ സന്തുഷ്ടരാകാറുണ്ടായിരുന്നു. ചില ആളുകൾക്ക് അത് ഫലിക്കാറുണ്ട്, ചിലർക്ക് ഫലിച്ചില്ലെങ്കിലും ആ പറഞ്ഞതിനടുത്തൊക്കെ എത്തിയെന്ന് സന്തോഷിച്ച് അവർ പലപ്പോഴും സംതൃപ്തി അടയാറുമുണ്ട്. അങ്ങനെയാണ് ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ എങ്കിൽ ഈ ജ്യോതിഷിയെ ഒന്ന് പരീക്ഷിക്കണമല്ലോ എന്ന് തീരുമാനിച്ചത്.
ജ്യോതിഷിയെ പരീക്ഷിക്കണമല്ലോ എന്ന് തീരുമാനിച്ച് ആ ചെറുപ്പക്കാരൻ ഒരു പൂമ്പാറ്റയെയും പിടിച്ചാണ് അത്ര ചെന്നത്. ഒരു ശലഭത്തെയും കയ്യിലിട്ട് ചെല്ലുകയും ആ ശലഭം തൻ്റെ കൈക്കുള്ളിൽ പിടിച്ച ആ ചെറുപ്പക്കാരൻ ജ്യോതിഷിയോട് ചോദിച്ചത്, എനിക്കൊരു ചോദ്യമുണ്ട്, എനിക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയാനുണ്ട്, എൻ്റെ കൈക്കകത്ത് ഇപ്പോൾ ഒരു ശലഭമുണ്ട്, അതിന് ജീവനുണ്ടോ ഇല്ലയോ എന്നാണ് അങ്ങ് പറയേണ്ടത്. ചെറുപ്പക്കാരൻ ആലോചിച്ച് ഇത്രയായിരുന്നു, തൻ്റെ കയ്യിലുള്ള ശലഭത്തിന് അപ്പോൾ ജീവനുണ്ട്. ജ്യോതിഷി ജീവനില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഒന്ന് അമർത്തി പിടിച്ചാൽ മതി, ആ പൂമ്പാറ്റ ചത്തുപോകും. ഇനി ജീവനുണ്ട് ജീവൻ ഇല്ല എന്ന് പറഞ്ഞാൽ ജീവനുള്ള ശലഭത്തെ തുറന്നു വിട്ട് ഇതാ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് തെറ്റിപ്പോയിരിക്കുന്നു എന്ന് അദ്ദേഹത്തെ പറയാം. അങ്ങനെ ആ ജ്യോതിഷിയെ തോൽപ്പിക്കാമെന്ന് ഉറപ്പിച്ചാണ് ആ ചെറുപ്പക്കാരൻ അവിടെ ചെല്ലുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് ജ്യോതിഷിക്ക് മനസ്സിലായി. അദ്ദേഹം ഉടനെ ഇങ്ങനെ മറുപടി പറഞ്ഞു അത്രേ, ചെറുപ്പക്കാരാ, നിന്റെ കൈക്കകത്തുള്ള പൂമ്പാറ്റയെ പോലെയാണ് നിന്റെ ആത്മാവ്, നിന്റെ ഹൃദയം, നിന്റെ ബുദ്ധി ഒക്കെ അതുപോലെയാണ്. അതിനെ ഒന്ന് അമർത്തിപ്പിടിച്ച് കൊന്നുകളയണം എന്നാണ് നീ തീരുമാനിക്കുന്നതെങ്കിൽ അത് ചത്തുപോകും. ഇനി അതല്ല, അത് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറന്നു പോകണം എന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ചിറക് വിരിച്ച് ആ ശലഭം ആകാശത്തേക്ക് പറന്നു പോകും. ഇത്രയേ ഓരോ ഉള്ളിലും ഓരോരുത്തൻ്റെയും ഉള്ളിലാണ് ആ ശലഭം ജീവിക്കുന്നത് എന്നും അത് അവിടെയുള്ള ആളുകളുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് അത് പറന്നു പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതിന് തൊട്ടടുത്തിരുന്ന ഒരാളുടെ ഒരു സഹായവും ഒരു വലിയ പിന്തുണയുമൊക്കെ കിട്ടുമ്പോൾ ആ ശലഭത്തിന് ഒരുപാട് ഉയരങ്ങളിലുള്ള ആകാശം കീഴ്പ്പെടുത്താൻ കഴിയും എന്നുറപ്പുണ്ട്. അങ്ങനെ ഓരോ കുട്ടിയുടെയും ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് അവനെ വളർത്തി വലുതാക്കുക എന്ന ഒരു പ്രവൃത്തി ഏറ്റെടുക്കുന്ന രക്ഷിതാവിന് ഞാൻ ആദ്യം പറഞ്ഞ കവിതയിലെ 4ാമത്തെ വരി എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ കഴിയും. ആ സുഹൃതം, ആ വികൃതം അറിഞ്ഞാൽ സുഹൃതം. അവർക്ക് മാത്രം സ്വർഗത്തിലെത്താം, അല്ലാത്തവർക്ക് വേണ്ടി നരകം എപ്പോഴേ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മളിൽ എത്ര പേർ അവിടെ എത്തും എന്ന് തീരുമാനിക്കാൻ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. നമുക്ക് കുട്ടികളുടെ വികൃത സ്വഭാവം അറിയുന്നവരായി എപ്പോഴെങ്കിലും ഒരു നിമിഷമെങ്കിലും ജീവിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ, അത് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് സുഹൃതം കിട്ടും, മോക്ഷം കിട്ടും. പ്രകൃതിക്കുണ്ടൊരു വികൃതി, ആ വികൃതിക്കുണ്ടൊരു പ്രകൃതം, ആ പ്രകൃതം തെല്ലൊരു വികൃതം, ആ വികൃതം അറിഞ്ഞാൽ സുഹൃതം. അതുകൊണ്ട് എല്ലാവർക്കും കുട്ടികളുടെ സഹജമായ കുസൃതിയെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ സഹജമായ വാസനകളെ അംഗീകരിക്കുന്നവരായി മാറി അവരെ വളർത്തിയെടുക്കാൻ കഴിയുന്ന നല്ല വ്യക്തികളായി തീരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിവാദ്യങ്ങളും ആശംസകളും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.